എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ആർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. എൻ്റെ അടുത്ത് കിടക്കാനോ എന്നെ കെട്ടിപ്പിടിക്കാനോ എൻ്റെ മക്കൾക്ക് പേടിയാ എൻ്റെ രൂപം കണ്ട്. മീൻസ് എൻ്റെ തല ഓപ്പണായി കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചിട്ട് വൈഫിനോട് പറഞ്ഞത് ഇത് സിവിയർ ആണ്, ആളെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള. അപ്പം ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ എൻ്റെ വൈഫും കുട്ടികളും വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാക്സിമം അത് കൺട്രോൾ ചെയ്തു. കുട്ടികൾ കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഞാനൊരു ഈ സംഭവിച്ചതിന് ശേഷമുള്ള ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടില്ല. ഈ ചെയ്ത ഡോക്ടർ സെക്കൻഡ് ഡേ ആണ് ഇയാൾക്ക് സിവിയർ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ഉണ്ടെന്നും ഇയാൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച വൈകല്യം ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. തലയിൽ ഈ ട്യൂബ് ഉണ്ട്. ഇപ്പം നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ മെഷീൻ അലാമടിച്ച് പ്രശ്നമാവും. രാത്രി കമ്പനിയിൽ നിന്ന് ആൾ വരണം. അപ്പോൾ പേടിച്ചിട്ട് നമ്മൾ മീൻസ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഈ 85 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ തലയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ കണ്ടത്. കാരണം ഇതുവരെ എനിക്ക് ആ അവസ്ഥ കാണാനായിട്ട് മീൻസ് എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോട് അവർക്ക് എതിർപ്പായിരുന്നു. എറണാകുളം സ്വദേശിയായ സനിൽ. ഇദ്ദേഹം കൊച്ചിയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം കുറച്ച് മാസങ്ങളായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞാൻ പനമ്പിള്ളി നഗറിൽ 3rd ക്രോസ് റോഡിൽ ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്കിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ എന്നാണ് ചേട്ടൻ ചെയ്തത്? ഞാൻ ചെയ്ത് ഫെബ്രുവരി 26 and 27 പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത്. എന്നൊട്ടാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങിയത്? എനിക്ക് മാർച്ച് 1 രാത്രി ഒരു 1:58 ആയപ്പോൾ സിവിയർ പെയിൻ വന്ന് ഞാൻ എഴുന്നേറ്റു. അതിനുശേഷം എനിക്ക് നോക്കുമ്പോൾ എല്ലാ കണ്ടിന്യൂസ് പെയിനും, പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ ഡിസ്കളറേഷൻ വരിക, പസ് വരിക, ഡിസ്ചാർജ് വരിക, അതുപോലെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ 2-ാം തീയതി മുതൽ ചെയ്തവർ ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാവും, ഓക്കെ ആണെന്ന് പറഞ്ഞ ആൾ വാട്സപ്പ് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ചെയ്ത ഡോക്ടർ ഹൈദരാബാദിയാണ്. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ആൾ ഇമോജി അയക്കും ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാർ ഇത് നല്ല കണ്ടീഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ, ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു, സിവിയർ പെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല സാർ, നമുക്ക് 7-ാം തീയതി ഹെഡ് വാഷ് ചെയ്യാമല്ലോ, അപ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞിട്ട് 7-ാം തീയതി, 8-ാം തീയതി, 10-ാം തീയതി ഹെഡ് വാഷ് ചെയ്യാൻ ചെന്നു. ഹെഡ് വാഷ് ചെയ്ത് അവർ വീണ്ടും ഓയിൽമെൻറ്റും അവർ തന്ന സ്റ്റിറോയിഡ്സൊക്കെ വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ ഓയിൽമെൻറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് വീണ്ടും കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെന്ന സമയത്ത് ഞാൻ എല്ലാ ബ്ലഡ് റിപ്പോർട്ട്സും അവർക്ക് കൊടുത്തിരുന്നു ഫെബ്രുവരി 25. അപ്പോൾ അതിലൊക്കെ എൻ്റെ ഡയബറ്റിക് ലെവൽ കൺട്രോൾഡാണ്. കാരണം 132 ഉള്ളൂ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ബട്ട് ഇവർ തന്ന സ്റ്റിറോയിഡ് കഴിച്ചതിന് ശേഷം എൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ഭയങ്കര എലിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ 591 വന്നു. അപ്പോൾ ഞാൻ ഇവർ ഇൻഫോം ചെയ്തു, സാർ 591 ആണ് ഫാസ്റ്റിംഗ് ഷുഗർ, എന്താണ് ഇത്ര ഷൂട്ടപ്പ് ആണത്? കാരണം ഞാൻ ഒരു 8 വർഷമായിട്ട് ഞാൻ ഫുഡ് ഹാബിറ്റൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് പോണ ആളാണ്. കാരണം ഞാനൊരു നല്ല ഒബീസായിരുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് 22 BMI കറക്റ്റ് ചെയ്ത് 64 കിലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ അത്രയും ലിമിറ്റഡ് ഫുഡും അത്രയും ക്വാളിറ്റി ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവർക്ക് അറിയാം. ഞാൻ ഈ ഡോക്ടറോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു, സാറ് അതുകൊണ്ടല്ല സാറ്, നമ്മൾ ഈ സ്റ്റിറോയിഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഷുഗർ ഷൂട്ടപ്പ് ആയതെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ 10-ാം തീയതി ഹെഡ് വാഷ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ലൂർദിൽ അഡ്മിറ്റ് ചെയ്തു. ലൂർദിൽ എൻഡോക്രൈനോളജിസ്റ്റ് നവ്യ മാമിൻ്റെയും പ്ലാസ്റ്റിക് സർജൻ ചാക്കോ സാറിൻ്റെയും ട്രീറ്റ്മെൻറ്റിലാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. കാരണം മാർച്ച് 12-ാം തീയതി മുതൽ ചാക്കോ സാറ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 13-ാം തീയതി എൻ്റെ ഫസ്റ്റ് സർജറി സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ 2-ാം തീയതിക്കുള്ളിൽ 8 സർജറി കഴിഞ്ഞിട്ടാണ് 23 ഡേയ്സ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡിസ്ചാർജ്. അതിനുശേഷം കഴിഞ്ഞ ഫ്രൈഡേക്കുള്ളിൽ വീണ്ടും 5 സർജറി ചെയ്ത് ടോട്ടൽ 13 സർജറി ചെയ്തു. ഈ 12-ാം തീയതി ചാക്കോ സാറെ കാണുമ്പോൾ തന്നെ മീൻസ് എൻ്റെ തല ഓപ്പണായി കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചിട്ട് വൈഫിനോട് പറഞ്ഞത് ഇത് സിവിയർ ആണ്, ആളെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ, മീൻസ് മരിച്ചു പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 13-ാം തീയതിത്തെ സർജറി കഴിഞ്ഞ് എൻ്റെ തലയിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻ എന്നറിയാനായിട്ട് കൾച്ചറിന് അയച്ചപ്പോഴാണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ ആയിരുന്നു തലയിൽ. അപ്പോൾ 13-ാം തീയതി ആയപ്പോഴേക്കും നമ്മുടെ സ്കള്ളിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് പോർഷൻ ബാക്ടീരിയ തിന്ന് അവിടെ ഒരു കുഴി പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സർജറി ചെയ്യുമ്പോഴും പിന്നെ ഇത് കാണാനുള്ളൊരു മീൻസ് ഒരു മൈൻഡ് എനിക്ക് ആയിട്ടില്ല. ഇപ്പോഴും ഞാനൊരു ഈ സംഭവിച്ചതിന് ശേഷമുള്ള ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടില്ല. കാരണം ചില സമയത്ത് ഞാൻ ഓക്കെ ആയിരിക്കും, ചില സമയത്ത് എനിക്കൊരു ഇമോഷണൽ ഇൻകോണ്ടിനൻസ് വരും, കരച്ചിൽ വരും, മീൻസ് നമ്മളുടെ മൈൻഡ് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വേദന സഹിച്ച് ഉറക്കമില്ലാതെ ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ തലയിൽ ഈ ട്യൂബുണ്ട്.
അപ്പോൾ ഇനി എത്ര സർജറി വേണമെന്ന് അറിയില്ല. ഇപ്പോൾ കാലുമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയും ചില സ്ഥലത്ത് സ്കിൻ പിടിക്കാതെ ബോൺ എക്സ്പോസ്ഡാണ്. അപ്പോൾ ആ ഏരിയയിൽ എഗെയിൻ സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ലെയർ സ്കിന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത് നമ്മളെ നോർമലി സ്കള്ളിൻ്റെ ഔട്ടർ ലെയറില്ലേ, ആ ഔട്ടർ ലെയർ വെച്ചാൽ മാത്രമേ അവിടെ നമുക്ക് സേഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാനും ജോലിക്ക് പോകാനൊക്കെ പറ്റണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്ക് എൻ്റെ തല വന്നാൽ മാത്രമേ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിത് ന്യൂസ് ആക്കണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നു, കേസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണെങ്കിലും നമ്മളുടെ സിറ്റുവേഷൻസ് അതിന് പറ്റുന്നതായിരുന്നില്ല. കാരണം ഞാനും വൈഫും 8 വയസ്സും 11 വയസ്സുള്ള 2 പെൺകുട്ടികളും വയസ്സായ അമ്മയുമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു ഇത്രയും പേരുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പോകാനോ ട്രാവൽ ചെയ്യാനോ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടറുടെ പെർമിഷൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ വുണ്ടൊക്കെ കാലിലത്തെ ഹീലായിട്ടുണ്ട്, ഇപ്പോൾ നടക്കാൻ പ്രശ്നമില്ല, നിങ്ങൾ ഈ വാക്വം മെഷീൻ വെച്ച് തലയിലൊരു ക്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം പോകേണ്ട കാര്യങ്ങൾക്ക് പൊക്കോളാൻ ഡോക്ടറുടെ പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അഡ്വക്കേറ്റിനെ കണ്ട് കേസ് ഫയൽ ചെയ്തു, CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു, ഇന്നിപ്പോൾ DYSPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്, അതാണ് ഒരു ഡിലേ വന്നത്. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു, കാൺപൂരിലൊരു ഡെൻറ്റിസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 യങ് എൻജിനീയേഴ്സ് മരിച്ചുപോയി. അപ്പോൾ ഞാനൊരു മീൻസ് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിലുള്ള ആളായതുകൊണ്ട് എനിക്ക് തോന്നി എപ്പോഴും നമ്മൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ യൂത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്ത് എനിക്ക് പറ്റിയൊരു ട്രാജഡി അല്ലെങ്കിൽ ഒരു അബദ്ധം എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. കാരണം ഞാൻ കുറച്ചുകൂടെ നേരിട്ട് പോയി എക്സാമിൻ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ ചെയ്യില്ലായിരുന്നു. കാരണം ഈ ചെയ്ത ഡോക്ടർ സെക്കൻഡ് ഡേ ആണ് ഇയാൾക്ക് സിവിയർ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ഉണ്ടെന്നും ഇയാൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച വൈകല്യം ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. അതെങ്ങനെയാണ് മനസ്സിലായത്? അതായത് സെക്കൻഡ് ഡേ ഹെയർ ബാക്കിൽ നിന്നാണ് എക്സ്ട്രാക്ഷൻ എടുക്കണത് ഒരു നടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെക്കൻഡ് ഡേ ആണ് ഇയാൾ എടുത്തത്. ഫസ്റ്റ് ഡേ എടുത്തത് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഡേ എടുക്കുമ്പോൾ ഞാൻ കിടക്കുന്ന ഒരു സ്പാ ടേബിൾ പോലെ നടുക്കൊരു ഹോൾ ഉണ്ടാവും നമുക്ക് ശ്വാസം വിടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ കൂടെ ഞാൻ ജസ്റ്റ് കാലിലേക്ക് നോക്കുമ്പോൾ 2 കാലിലും സിവിയർ വൂണ്ടാണ് 2ലും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്ററെ ആൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. ഇപ്പോൾ അയ്യോ ഞങ്ങൾക്കറിയില്ല സാർ, ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവരുടെ ആളല്ലേ, അപ്പോൾ അവരങ്ങനെ പറഞ്ഞോളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ ഞാനെന്ത് ചെയ്യുന്നു വെച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ റൂമിൽ ചെന്ന് സാർ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളതാണോ എന്ന് വെച്ചാൽ ആൾ പറഞ്ഞു, ആ സനിൽ സാറേ എനിക്ക് ക്രോണിക് എക്സിമ ഉള്ളതാണെന്ന് പറഞ്ഞു. കാരണം ഈ ക്രോണിക് എക്സിമ ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ എപ്പോഴും സ്റ്റാഫിലോക്കോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കോളനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫിസിക്കലി ഫിറ്റ് അല്ലാതെ കണ്ണ് കാണാത്ത ഒരാൾ, പക്ഷെ നമുക്കിതൊന്നും പോയിട്ട് ഇപ്പോൾ ഏത് ഡോക്ടറായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവർ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഫുൾ സ്ലീവ് വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ വൂണ്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ബട്ട് എനിക്കെന്തോ എൻ്റെ ഒരു ലക്കിന് കണ്ടതാണോ അറിയില്ല. പിന്നെ നമ്മളിങ്ങനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളതൊക്കെ വിടും. നമ്മളുടെ തലയിൽ ഇൻഫെക്ഷൻ വന്നില്ല, നമ്മൾ ഹെൽത്തി ആയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോവില്ല. ബട്ട് ഇത് നമുക്കിങ്ങനെ ഒരു ട്രാജഡി വന്നപ്പോഴാണ് നമ്മളൊക്കെ റീതിങ്ക് ചെയ്യണത്, അവിടെ എന്തൊക്കെ സംഭവിച്ചു, എത്ര ഹൈജീനിക് ആയിരുന്നു, എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഇത്രയും ദിവസം കൊണ്ട് ആലോചിച്ച് ഇന്നലെയാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇത് പുറം ലോകം അറിയിക്കാതെ വെച്ചാൽ ഇനി ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലായാൽ, കാരണം ഞാൻ ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിലുള്ളത് കൊണ്ട് ഈ പറയുന്നത് എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡേറ്റിൽ പോയി അഡ്മിറ്റായി. മീൻസ് എൻ്റെയോ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഈ ഒരു ഇൻ്റർവ്യൂവിന് പോലും എനിക്ക് പറ്റിയത് അതുകൊണ്ടായിരിക്കാം. എങ്ങനെയാണ് ഈ ക്ലിനിക്കിലേക്ക് ചേട്ടൻ എത്തുന്നത്? ഞാൻ ഫേസ്ബുക്ക് ത്രൂ ആണ് ഈ ക്ലിനിക്കിലേക്ക്, ഫേസ്ബുക്കിൽ എൻ്റെ ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ കണ്ടിന്യൂസ് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് നമ്മളിങ്ങനെ കമ്പൽ ചെയ്യും, സാർ എന്നാ വരിക, ഇത്രാം തീയതി ഡേറ്റ് കൊടുത്തുട്ടോ, ഇത്രാം തീയതി ഫ്രീ ഉള്ളൂ കേട്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെപ്റ്റംബറിലാണ് ഞാൻ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവരുമായിട്ട്. സെപ്റ്റംബറിൽ ഞാൻ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും അടച്ചിരുന്നു. പിന്നെ അവർ കുറേ ഡേറ്റുകൾ എനിക്ക് തന്നിരുന്നു, ബട്ട് എൻ്റെ കുറേ പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞു ഫെബ്രുവരിയിൽ വിളിച്ചു പറഞ്ഞു, സാർ ഫെബ്രുവരി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെപ്റ്റംബറിൽ എൻക്വയറി നടത്തിയതല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി 26 and 27 ഞാൻ അവരോട് ചോദിച്ചു, അവർ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് ഞാൻ 25 എൻ്റെ കംപ്ലീറ്റ് ബ്ലഡ് റിപ്പോർട്ട്, ചെസ്റ്റ് എക്സ്റേ, ECG ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും കൊടുത്ത് ഞാൻ ഫിറ്റാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ 26 മോർണിംഗ് ഞാൻ അവിടെ അഡ്മിറ്റായി ചെയ്തത്. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു ഫിസീഷ്യനോ അനസ്തേഷ്യ തരാനോ ഒരു അനസ്തറ്റിസ്റ്റോ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ശരത്ത് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അനസ്തേഷ്യ തരണത്. സാർ ചെറിയൊരു പെയിൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആളപ്പോൾ അനസ്തേഷ്യ തരും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾ ഇപ്പോൾ ഇന്നലെ മാതൃഭൂമിയിൽ ന്യൂസ് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു, അത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, അത് റിവീൽ ചെയ്തിട്ടില്ല. അവരിപ്പോൾ ആർഗ്യൂ ചെയ്യണത് എനിക്ക് ഡയബറ്റിക് ഉള്ളത് കൊണ്ട് വന്ന ഇൻഫെക്ഷനാണ്, ഞാൻ അവർ തന്ന മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ തെറ്റായ ഈറ്റിംഗ് ഹാബിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടണം. കാരണം ഇവിടുത്തെ ജനങ്ങൾ ആരും ഇതുപോലെ ചെന്ന് അവരുടെ ജീവഹാനി വരുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെതിരെ ശക്തമായിട്ട് പോകുന്നത്. വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ വേണ്ട ഇവിടെ തന്നെ ചികിത്സിച്ചാൽ മതി അങ്ങനെയൊന്നും പറഞ്ഞില്ല? വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോട് അവർക്ക് എതിർപ്പായിരുന്നു. കാരണം അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല അത്. അപ്പോൾ അവർ സാർ വേറെ എവിടെയും പോകണ്ട സാർ, ഇതിങ്ങനെ ഉണ്ടാവും, ചിലർക്ക് 7 ദിവസം കൊണ്ട് ഹീലാവും, ചിലർക്ക് 14 ഡേയ്സ് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിപ്പെൻസ്, അങ്ങനെയാണ് സാർ, പേഷ്യൻസിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാറേ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ ചെയ്തു തരാം സാറ്. 13-ാം തീയതി ഈവനിങ് ഒരു 6 o'clock വരൂ, ഒരു പ്ലാസ്റ്റിക് സർജൻ വരും ആശ്രയിൽ നിന്ന്, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ 10-ാം തീയതി ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടും എൻ്റെ ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റിയും കണ്ടുകൊണ്ട് അവരവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് അവർ പെർമിറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ പെർമിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ചെന്ന ബ്ലീഡിങ് ആയി ഇതിനേക്കാളും വേഴ്സ്റ്റായിട്ട് ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടാവില്ലാത്തൊരു കണ്ടീഷൻ വന്നേനെ. ഇപ്പം ചേട്ടൻ ഇനി എത്ര നാളെടുക്കും ഇത് റിക്കവർ ആയി വരാൻ? എത്ര നാളെടുക്കുമെന്ന് എനിക്കോ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് പോലും അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഓരോ ഏരിയയിലും സ്കിൻ വെച്ച് അത് ഫിക്സായി ഇനി അടുത്ത സ്കിൻ വെക്കണം. അപ്പോൾ അത് എത്ര നാളത്തെ പ്രൊസീജിയറാണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്കത് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു കുറച്ച് നാളുകൾ കൂടിയാൽ മാത്രമേ അടുത്ത പ്രൊസീജിയറുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ള് സ്കള്ള് കവേർഡ് ആവാനുള്ള സ്കിൻ വെക്കണം. ഇപ്പോൾ ഒരു 3 സ്ഥലത്തും കൂടെ ബോൺ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീക്കിൽ ചിലപ്പോൾ കാലിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഇനി ചേട്ടൻ്റെ നോർമൽ ജീവിതത്തിലേക്ക് കടക്കാൻ കുറച്ചധികം സമയമെടുക്കും. അതായത് നോർമൽ ജീവിതത്തിലേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ വാക്യൂം മെഷീൻ മാറ്റണമെങ്കിൽ അഗെയിൻ 3 വീക്സും കൂടെ പിടിക്കും. കൂടാതെ നമുക്ക് നോർമലി ട്രാവൽ ചെയ്ത് നമ്മുടെ വെച്ചേക്കുന്ന ഒരു തിൻ സ്കിന്നാണ്. അപ്പോൾ അതൊരു സ്ക്രാച്ച് വീണാൽ പോലും അത് പൊട്ടിപ്പോയി നമുക്ക് സ്കള്ളിലേക്കൊക്കെ ഇഷ്യൂ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ഔട്ടർ ലെയർ സ്കിൻ വെച്ച് കവർ ചെയ്താൽ മാത്രമേ എനിക്ക് നോർമൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ പോലെ ട്രാവൽ ചെയ്യാനോ ജോലിക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. അത് എത്ര നാളാണെന്ന് എനിക്കോ അല്ലെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കോ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്കിൻ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടേ അടുത്തൊരു പ്രോസസ്സ് ചെയ്യുള്ളൂ എന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തലയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ കണ്ടത്. കാരണം ഇതുവരെ എനിക്ക് ആ അവസ്ഥ കാണാനായിട്ട് മീൻസ് എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ വൈഫാണ് തല കുളിപ്പിക്കുക. ഇപ്പോൾ കുളിക്കാൻ പാടില്ല, ഇനിയിപ്പോൾ ഈ മെഷീൻ മാറ്റുന്നതുവരെ കുളിക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുൻപ് കുറച്ച് നാൾ കുളിപ്പിച്ചുകൊണ്ടിരുന്ന വൈഫാണ്. അപ്പോൾ വൈഫ് തന്നെ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീടുകളിൽ, ഞാൻ വൈഫ് ഹൗസിലായിരുന്നു കുറച്ച് നാൾ, അവിടെ മിറർ പോലും ഉണ്ടായിരുന്നില്ല, അവരതൊക്കെ മാറ്റിക്കളഞ്ഞു. ഞാൻ ഈ ഫ്രൈഡേ ഹോസ്പിറ്റലൈസ് ആയി ലാസ്റ്റ് സർജറിക്ക് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കുളിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ കുളിക്കാൻ വേണ്ടി ബാത്റൂം ഡോർ തുറന്ന് പെട്ടെന്ന് മിററിൽ നോക്കുമ്പോഴാണ് ഞാൻ എൻ്റെ തലയുടെ അവസ്ഥ കാണുന്നത്. ഇവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ സ്കിന്നും ഫ്ലഷൊന്നും ഇല്ലാതെ ഒരു പുഴിയാണ്. ചേട്ടൻ്റെതായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെയൊക്കെ ഇത് മാറിത്തിരിഞ്ഞു, അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഉണ്ടായത്. അപ്പോൾ ചേട്ടന് അതെങ്ങനെയായിരുന്നു? അതായത് ആദ്യമൊക്കെ എനിക്കൊരു പേടിയായിരുന്നു. കാരണം അത്രക്ക് നമുക്ക് നമ്മളുടെ മുഖം ഇത്ര വിരൂപമായ അല്ലെങ്കിൽ ഇത്രയും വേദന സഹിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ എൻ്റെ വൈഫും കുട്ടികളും വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാക്സിമം അത് കൺട്രോൾ ചെയ്തു. അത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സ്കിൻ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ തലയിലുള്ള ഔട്ടർ സ്കിന്നിനെ ഒരു ബലൂൺ എക്സ്പാൻഷൻ തെറാപ്പി വഴി ഗ്രോ ചെയ്തിട്ട് ആ സ്കിൻ കട്ട് ചെയ്ത് ഇവിടേക്ക് ഫിക്സ് ചെയ്താൽ മാത്രമേ നോർമലി ആ ഒരു ഇപ്പോൾ കുഴിയായിട്ട് നിൽക്കുന്ന പോർഷൻ ലെവൽ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാതെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണ് സാർ പറഞ്ഞേക്കുന്നത്. അത് എത്ര നാളെന്ന് പറയാൻ പറ്റില്ല. ഈ ബലൂൺ എക്സ്പാൻഷൻ തെറാപ്പി ചെയ്താലോ 1.5 മാസം പിടിക്കും അത് ആ സ്കിൻ ഗ്രോ ആയി വരാൻ. അപ്പോൾ ആ 1.5 മാസത്തിനുള്ളിൽ തന്നെ കുറേ എല്ലാം തിയേറ്റർ സർജിക്കൽ പ്രൊസീജിയറാണ്, എല്ലാം അനസ്തേഷ്യ തന്നിട്ട് തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ 13 സർജറിക്ക് എനിക്ക് 11 ജനറൽ അനസ്തേഷ്യ ആയിരുന്നു, 2 എണ്ണം മാത്രമേ ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടുള്ളൂ. ഇപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കിൻ എക്സ്പോസ്ഡ് ആണ്. ആ സ്കിന്നൊക്കെ ഇപ്പോൾ ഇത്ര നാളായതുകൊണ്ട് ഡ്രൈ ആയി. ഇപ്പോൾ അവരൊരു 3000 RPM സ്പീഡുള്ള ഏതോ മെഷീൻ വെച്ചിട്ട് ആ ഏരിയയിലെ ബോൺ സ്ക്രേപ്പ് ചെയ്തിട്ട് ഫ്രഷ് വൂണ്ടാക്കി മാറ്റും, ബ്ലീഡിങ് വരുത്തും. ആ ബ്ലീഡിങ് വന്നതിന് ശേഷമേ നമുക്ക് ഫ്രഷ് വൂണ്ടിൽ മാത്രമേ സ്കിൻ ഗ്രാഫ്റ്റിംഗ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലുള്ള ഓരോ പ്രൊസീജിയറാണ്. അപ്പോൾ ഈ എല്ലാ ഇതും ജനറൽ അനസ്തേഷ്യ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബലൂൺ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഈ 1.5 മാസവും എത്ര ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്, എത്ര തിയേറ്റർ വിസിറ്റ് ഉണ്ടെന്നൊന്നും ഡോക്ടർക്കോ എനിക്ക് തീരെ അറിയില്ലെങ്കിൽ ഡോക്ടർക്ക് പോലും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ ഈ സർജറിക്ക് മുന്നത്തെ ആ ക്ലിനിക്കിൽ എന്തെങ്കിലും പേപ്പർ സൈൻ ചെയ്ത് വാങ്ങുക, അല്ലെങ്കിൽ ഇതിൻ്റെ എത്രയായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭീകരത, അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അവർ സെക്കൻഡ് ഡേ മാത്രമാണ്, അതായത് അവർ ചെന്നിട്ട് പേയ്മെൻറ്റ് പോലും ചോദിച്ചില്ല. പേയ്മെൻറ്റ് ഞാൻ നിർബന്ധിച്ച് സാർ നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ്
26 അവർക്ക് പോരുന്നതിന് മുമ്പ് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തത്. സെക്കൻഡ് ഡേ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഞാൻ പോകാൻ സമയത്താണ് അവിടുത്തെ ഓഫീസിലൊരു ലേഡി വന്നിട്ട് സാർ ഈ ഒരു ഇതും സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയില്ല. അതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ, ഏതെങ്കിലും സ്മോക്കിങ്ങോ അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, അങ്ങനെ കുറച്ച് കോളംസ് ഉണ്ടായിരുന്നു. അത് സർജറിക്ക് ശേഷമാണ് ഫില്ല് ചെയ്യാൻ തന്നത്. സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ. സർജറിക്ക് മുന്നേ അപ്പം യാതൊരു വിധത്തിലുള്ള പേപ്പർ പ്രൊസീജിയേഴ്സ് ഇല്ലായിരുന്നു. സർജറിക്ക് മുൻപ് അവർ എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് ചോദിച്ചു. അത് 25th ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. സർജറിയുടെ അന്ന് ചെന്നു. സനിൽ സാർ കയറിക്കോളൂ എന്ന് പറഞ്ഞ് അവർ ചെന്ന് ഡ്രസ്സ് മാറ്റി മുടി ഫുള്ള് ട്രിം ചെയ്തു. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ആ പേപ്പർ സർജറിക്ക് ശേഷം ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തതല്ലാണ്ട് വേറൊന്നും ഇല്ലായിരുന്നു. ഇല്ല, സർജറിക്ക് ശേഷം മാത്രമേ ഒരു പേപ്പർ അവർ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളൂ. അതിന് മുൻപ് അവരൊന്നും എൻ്റെ ഇതൊന്നും വാങ്ങിയിട്ടില്ല അവർ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ എല്ലാവർക്കും മീൻസ് ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ യൂത്തല്ല, ആരാണോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന് ഡിസിഷൻ എടുത്ത് നിൽക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്നത് ഒരു ഓതൻറ്റിക് ക്ലിനിക്കിലാണോ നോക്കുക. ഇനി അവരോട് ഫ്രാങ്കായിട്ട് ചോദിക്കുക, ആരാണ് ചെയ്യുന്നത്, ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ, എന്നിട്ട് നമ്മൾ സൈറ്റിലെ ആൾ ഒറിജിനൽ ഡോക്ടറാണോ എന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും ചെയ്യാതെ ആ ഡെർമറ്റോളജിസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ സ്പെഷ്യലൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ പോയി ചെയ്യാവൂ. ഇനി ചെയ്യുന്നതിന് മുൻപ് അവർ തരുന്ന മെഡിസിൻ എന്തൊക്കെയാണ്, ആ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് കൂടി പഠിച്ചിട്ട് മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ പറയുന്നത് വേറൊരു ഫിസീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കണ്ട് അതിൻ്റെ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം നിങ്ങൾ പോയി ചെയ്യാവൂ. കാരണം എനിക്കേതായാലും ഒരു അബദ്ധം പറ്റി. കാരണം നമ്മൾ മീൻസ് ഓരോ ലെസൺ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ട്രാജഡി പറ്റിയത് എന്തായാലും ഇനി അതിനെ തിരുത്താൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അത് ചെയ്തു പോയി. ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തെറ്റ് പറ്റിയതിനെ നമുക്ക് തിരുത്താൻ മാർഗ്ഗമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആൾക്കാരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ജെന്യുവിൻ ആളുകളുടെ കയ്യിൽ ചെന്ന് ചെയ്യാൻ മാത്രമുള്ളൊരു അഡ്വൈസാണ് എനിക്കുള്ളത്.